സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഓക്കെ. ഗുഡ് ഈവനിങ്. മൈ നെയിം ഈസ് സഞ്ജു അരവിന്ദ്. ഞാൻ എടുക്കാൻ പോകുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിലെ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഡയറി ടെക്നോളജി എന്ന പാർട്ടാണ്. ഫസ്റ്റ് മൊഡ്യൂൾ ഫുഡ് ടെക്നോളജി എന്നുള്ളൊരു പോർഷൻ വരുന്നുണ്ട്. സെക്കൻഡ് മൊഡ്യൂളാണ് ഞാൻ എടുക്കുന്നത്. ഇതിലെ ടോപ്പിക് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും. കോമ്പോസിഷൻ ഓഫ് മിൽക്ക്, ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക്, ദെൻ മിൽക്ക് ഹൈജീൻ ആൻഡ് മിൽക്ക് മൈക്രോബയോളജി. ഈ 3 ടോപ്പിക്കുമാണ് ഇപ്പൊ നമ്മൾ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് 3 ടോപ്പിക്കാണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പറയാനാണെങ്കിൽ ഡയറി ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ഡിവിഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഇതില് മിൽക്കിന്റെയും മിൽക്കിന്റെ പ്രൊഡക്ട്സിന്റെയും പ്രോസസ്സിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഡയറി ടെക്നോളജിയുടെ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് മിൽക്ക്. ഫസ്റ്റ് നമുക്ക് മിൽക്ക് എന്താന്ന് പറയാം. മിൽക്ക് എന്ന് പറഞ്ഞാല് milk may be defined as the whole, fresh, clean, lacteal secretion obtained by the complete milking of one or more healthy milk animals. എന്തിൽ PDF ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിൽക്കി അനിമൽസ് മീൻസ് മിൽക്ക്, നമുക്ക് മിൽക്ക് തരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന അനിമൽസിനെയാണ് ഉദ്ദേശിക്കുന്നത്. കൗ, ബഫലോ, നമുക്കറിയാം ഏതൊക്കെ നമ്മൾ മിൽക്ക് യൂസ് ചെയ്യാറുള്ളത്, ഗോട്ട് എക്സെട്ര. ഈവൻ ഹ്യൂമൻസിനെ വരെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യും. കാരണം നമ്മുടെ ബേബീസിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നതാണ് മിൽക്ക് ഉപയോഗിച്ചിട്ട്. അപ്പോ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഹോൾ, ഫ്രഷ്, ക്ലീൻ ലാക്റ്റിയൽ സെക്രീഷൻ, അതാണ് ഒരു ഹെൽത്തി ആനിമലിന് നമുക്ക് കിട്ടുന്ന ഒരു ഹോൾ മിൽക്ക്. ആ ഫ്ലൂയിഡ് ആണ് മിൽക്ക് എന്ന് പറയുന്നത്. ഈ മിൽക്കിനെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എപ്പോഴാ വെച്ചാല് കാവിങ്ങിന് മുന്നേ 15 ഡേയ്സിന് മുന്നേ ഇതെടുക്കണം. ദാറ്റ് മീൻസ് എക്സ്ക്ലൂഡിങ് ദാറ്റ് ഒബ്റ്റെയിൻ വിത്തിൻ 15 ഡേയ്സ് ബിഫോർ. 15 ഡേയ്സ് ബിഫോറോ അല്ലെങ്കിൽ 5 ഡേയ്സ് ആഫ്റ്റർ കാവിങ്, പ്രസവിച്ചതിന് ശേഷം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡ്യൂറിങ് പീരീഡ് പറയാൻ കാരണം ആ സമയത്താണ് കൊളസ്ട്രം ഫ്രീ ആവുള്ളൂ. ഈ കൊളസ്ട്രം എന്ന് പറഞ്ഞാല് ഫസ്റ്റ് മിൽക്കാണ്. നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ ഈവൻ ഹ്യൂമൻസ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ അവരുടെ പ്രഗ്നൻസി പീരിയഡ്സിൽ ഫസ്റ്റ് മിൽക്ക് ഫോം ചെയ്യുന്നത് അതിനെയാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. അതില് ആ ബേബിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ടൈപ്പ് ന്യൂട്രീഷൻസും അതിലുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള മിൽക്കാണ്, അതായത് മിനിമം പ്രിസ്ക്രൈബ്ഡ് പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ്, മിനറൽസ്, അതൊക്കെയുള്ള മിൽക്കാണ് നമുക്ക് ആവശ്യം. അപ്പൊ ആ ഒരു ടൈമിലാണ് നമ്മൾ മിൽക്കിംഗ് നടത്തേണ്ടത്. അതാണ് മിൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ സിലബസിൽ മാർക്കറ്റ് മിൽക്ക് എന്നൊരു ടേം കാണാം. ഈ മാർക്കറ്റ് മിൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, ഫ്ലൂയിഡ് ഹോൾ മിൽക്ക് തന്നെയാണ്. നമുക്ക് ഹ്യൂമൻസിന് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഫ്ലൂയിഡ് ഹോൾ മിൽക്കിനെയാണ് മാർക്കറ്റ് മിൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ മിൽക്ക് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതില് സെക്കൻഡ് പാർട്ട് വരുന്നത്, ഇപ്പോ മിൽക്ക് പറഞ്ഞു കഴിഞ്ഞു, അതിലെ ഒരു ടോപ്പിക് ആയിട്ട് വരുന്നതാണ് കോമ്പോസിഷൻ ഓഫ് മിൽക്ക്. മെയിൻ ആയിട്ട് മിൽക്കിലുള്ള കോമ്പോസിഷൻസ് ആണ് ഞാനൊരു ഡയഗ്രാം പോലെ ഒരു കോളത്തിലാക്കിയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് ബഫലോ, കൗ, ഗോട്ട്, സ്കിംഡ് മിൽക്ക്, അതാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് ഇതിൽ വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയെന്ന് വെച്ചാൽ മോയ്സ്ചർ, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ്, കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, ഇതാണ് മെയിൻ കോൺസ്റ്റിറ്റ്യുവന്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ ഒരു വേറെ ഡയഗ്രാം കൂടെ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ഏകദേശം ഒരു കണക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഏതായിരിക്കും കൂടുതൽ ഏതായിരിക്കും കുറവ്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതില് കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഒരു ഡയഗ്രാം നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് മിൽക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വാട്ടർ ആണ്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ പോർഷൻ വരുന്നത് വാട്ടർ ആണ്. ദെൻ ബാക്കി പോർഷൻ ആണ് ടോട്ടൽ സോളിഡ്സ് വരുന്നത്. ദെൻ ഈ ടോട്ടൽ സോളിഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാക്കി ഫാറ്റ്, ബാക്കി പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് എക്സെട്ര. നമുക്ക് ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. ഈ ഫാറ്റിൽ തന്നെ ഈ ടോട്ടൽ സോളിഡ്സിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഫാറ്റ്, സോളിഡ്, നോട്ട് ഫാറ്റ്. അപ്പൊ ഈ ഫാറ്റിൽ വരുന്നത് മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ളത് ട്രൈഗ്ലിസറൈഡ്സ്, ഫോസ്ഫോലിപ്പിഡ്സ്, സ്റ്റീറോൾസ്, ഫാറ്റ് സൊല്യൂബിൾസ്, നമ്മളെ വൈറ്റമിൻസ് എ, ഡി, ഇ, കെ, അതാണ് വരുന്നത്. ദെൻ സോളിഡ് നോട്ട് ഫാറ്റിൽ വരുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, മിനറൽസ്, എൻസൈംസ്, വൈറ്റമിൻസ്. ഏകദേശം നോക്കിയാൽ മനസ്സിലാവും. കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ മിൽക്കിലുള്ള മെയിൻ കാർബോഹൈഡ്രേറ്റ് എല്ലാവർക്കും അറിയുണ്ടാവും, ലാക്ടോസ് ആണ് കാർബോഹൈഡ്രേറ്റ്. പിന്നെ അതിലുള്ള ബാക്കി കാർബോഹൈഡ്രേറ്റ്സ് ആണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്.
ദെൻ മിനറൽസിൽ വരുമ്പോൾ മെയിൻ ആയിട്ട് കാൽഷ്യം, പിന്നെ മഗ്നീഷ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, ഇതൊക്കെ അതിൽ വരുന്നതാണ്. എൻസൈംസ് ആയാലും പ്രോട്ടിയേസ്, ലിപ്പേസ്, പലതരം നമുക്കറിയാം പലതരം റിയാക്ഷൻസിൽ മിൽക്കിൽ പലതരം റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. കേടായിട്ട് കിട്ടാനും ബൈ പ്രോഡക്ട്സ് ആയിട്ട് വരാനും നമ്മൾ പല പല പ്രൊഡക്ട്സ് മിൽക്ക് വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ പല പല എൻസൈംസ്, ചീസ്, നമ്മുടെ ചീസ് ഉണ്ടാക്കാനാണെങ്കിലും പല ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് എൻസൈംസിന്റെ ആവശ്യമുണ്ട്. ദെൻ വൈറ്റമിൻസ് വരുന്നത് വാട്ടർ സോലിബിൾ ആയിട്ടുള്ള ബി കോംപ്ലക്സ്, അതാണ് വരുന്നത്. ദെൻ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മിൽക്കിന്റെ ഏകദേശം ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പ്രോട്ടീൻസിൽ വരികയാണെന്നുണ്ടെങ്കിൽ കസീൻ ആൻഡ് വേ പ്രോട്ടീൻ, ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന മിൽക്ക് പ്രോട്ടീൻ. കസീൻ ഏകദേശം 2.8% കസീൻ ഇതിലുണ്ട്. ദെൻ വേ എന്ന് പറയുന്നത് ഒരു 0.6%. ഈ കസീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഡൈജസ്റ്റ് ചെയ്യുക. വേ ആണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഒരു ക്ലിയർ ഇമേജ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ ഡയഗ്രത്തിൽ പറഞ്ഞ പോലെ വാട്ടർ ആണ് ഇതിന്റെ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യുവന്റ് എന്ന് പറയുന്നത്. പിന്നെ മിൽക്ക് നമുക്ക് ഫങ്ഷൻ, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ പറയാറുണ്ട് ഒരു ഗ്ലാസ് മിൽക്ക് കുടിച്ചാൽ മതി ഒരു ദിവസം നമുക്ക് കംപ്ലീറ്റ് പ്രോട്ടീൻ കിട്ടി എന്ന് പറയാറുണ്ട്. ഈവൻ എഗ് ആയിക്കോട്ടെ മിൽക്ക് ആയിക്കോട്ടെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് മിൽക്കിലുണ്ട്. കാർബോഹൈഡ്രേറ്റ് ആയാലും പ്രോട്ടീൻ ആയാലും എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മിൽക്ക് പ്രൊവൈഡ് എസെൻഷ്യൽ ന്യൂട്രിയൻ ആൻഡ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഡയറ്ററി എനർജി, ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്. പ്രോട്ടീൻ ആയാലും ഫാറ്റ് ആയാലും എനർജി ആയാലും നമുക്ക് മിൽക്കിൽ നിന്ന് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാൽഷ്യം, മഗ്നീഷ്യം, സെലേനിയം, റിബോഫ്ലേവിൻ, അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും മിൽക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ചിൽഡ്രൻസിനായിക്കോട്ടെ അഡൽട്സിനായിക്കോട്ടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണ് മിൽക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മിൽക്ക് കോമ്പോസിഷൻ. അപ്പൊ മിൽക്കിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യുവൻസിനെ, അതായത് ആ കോമ്പോസിഷനെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യാനാണ് നമ്മൾ പറയാൻ പോകുന്നത്. മെയിൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് മിൽക്കിംഗ് ആയിക്കോട്ടെ. അപ്പോ മെയിൻ ആയിട്ട് ഒരു 5 ഞാൻ ഫോക്കസ് ചെയ്തിട്ട് പറയാം. മെയിൻ ആയിട്ട് വരുന്നത് സ്പീഷീസ് ആണ്. സ്പീഷീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് കൗ വെറൈറ്റീസ് ആയിക്കോട്ടെ, ബഫലോ വെറൈറ്റീസ് ആയിക്കോട്ടെ, ഗോട്ട് ആയിക്കോട്ടെ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോ കൗസിൽ തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജേഴ്സി, അങ്ങനെ ഓരോ ടൈപ്പ് ഇല്ലേ. അപ്പൊ ഓരോ സ്പീഷീസിനനുസരിച്ചും അവരെ മിൽക്കിന്റെ ഫാറ്റിലായിക്കോട്ടെ പ്രോട്ടീനിലായിക്കോട്ടെ വ്യത്യാസം വരും. കോൺസ്റ്റിറ്റ്യുവൻസ് എല്ലാം സെയിം ആയിരിക്കും. അതിലുള്ള കാര്യങ്ങൾ ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എക്സെട്ര ഒക്കെ ഉണ്ടെങ്കിലും ഓരോത്തിന്റെയും പെർസെന്റേജിൽ വ്യത്യാസം വരും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതാണ് സ്പീഷീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ രണ്ടാമത്തതാണ് ഏജ്. ഏജ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് ആകും തോറും ആ ഫാറ്റ് കണ്ടന്റ്, മിൽക്കിന്റെ ഫാറ്റ് കണ്ടന്റ് കുറഞ്ഞു വരും. കൗവിന് വയസ്സ് കൂടുന്തോറും ഫാറ്റ് കണ്ടന്റ് കുറഞ്ഞു വരും. ദെൻ സീസണൽ വേരിയേഷൻ, വിന്റർ, സമ്മർ, ഒരുപാട് സീസൺസ് ഉണ്ട് അല്ലെ, നമുക്കറിയാം. അപ്പോ ഫാറ്റ് ആയിക്കോട്ടെ പ്രോട്ടീൻ, മിനറൽസ് ഒക്കെ വിന്ററിൽ ഇൻക്രീസ് ആവുമെന്നാണ് പറയുന്നത്. ദെൻ ന്യൂട്രീഷണൽ വേരിയേഷൻ, പലതരത്തിൽ നമുക്ക് ന്യൂട്രീഷണൽ വേരിയേഷൻസ് ഉണ്ടായിരിക്കാം. അതായത് നമുക്ക് ഫീഡിങ്ങിന്റെ ടൈപ്പ്, ഓരോ കൗവിനായിക്കോട്ടെ ബഫലോയ്ക്കായിക്കോട്ടെ, അപ്പൊ ഫീഡിങ്ങിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഫീഡ്സ് കൊടുക്കുന്ന പലതരം ഫീഡ്സ് ആണല്ലോ ഓരോരുത്തർക്ക്, ഗ്രാസ് ആയിക്കോട്ടെ അങ്ങനെ പലതും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഫാറ്റ് കോമ്പോസിഷനിൽ വ്യത്യാസം വരും. അണ്ടർ ഫീഡിങ്ങും ഓവർ ഫീഡിങ്ങും ഒന്നും ഈ മിൽക്കിന്റെ പ്രോട്ടീൻ ഇതിനൊന്നും എഫക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ബട്ട് ഒട്ടും ഫീഡിങ് ഇല്ലാന്നുണ്ടെങ്കിൽ അതും എഫക്ട് ചെയ്യും, അങ്ങനെയാണ്. പിന്നെ മെയിൻ ആയിട്ട് വരുന്ന ഒന്നാണ് ഇൻഫെക്ഷൻ ഓഫ് മാമറി ഗ്ലാൻഡ്. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് ഇതുപോലുള്ള കാറ്റിൽസിന് വരുന്ന ഒരു അസുഖമാണ് മാസ്റ്റൈറ്റിസ്. ഒരു നമ്മുടെ ബ്രസ്റ്റിൽ വരുന്ന ഒരു വീക്കാണ്, അതിനാണ് മാസ്റ്റൈറ്റിസ് എന്ന് പറയാം. അങ്ങനെ അസുഖം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിക്രീസസ് ഫാറ്റ്, ലാക്ടോസ് ആൻഡ് കസീൻ കണ്ടന്റ് ഒക്കെ കുറയാൻ ഈ അസുഖം കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മിൽക്ക് കോമ്പോസിഷൻ. ഞാൻ ഒന്നും കൂടെ പറയാം. സ്പീഷീസ്, ഏജ്, സീസണൽ വേരിയേഷൻ, ന്യൂട്രീഷണൽ വേരിയേഷൻ, ഇൻഫെക്ഷൻ ഓഫ് മാമറി ഗ്ലാൻഡ്. അപ്പൊ ഇത് 5 മെയിൻ ആയിട്ട് പറയുന്നത്.
കോൺസ്റ്റിറ്റ്യുവൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ മൂവ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ടോപ്പിക് ഇതിൽ സിലബസിൽ വരുന്ന ഒരു കാര്യമാണ് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക്. മിൽക്കിന്റെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഫസ്റ്റ് വൺ കളർ ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, സെക്കൻഡ് വൺ ഫ്ലേവർ ഓഫ് മിൽക്ക്, തേർഡ് വൺ സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് ഡെൻസിറ്റി, ഫോർത്ത് വൺ വിസ്കോസിറ്റി, ഫിഫ്ത് വൺ സർഫസ് ടെൻഷൻ, then freezing point and boiling point of milk, acidity and pH, and heat stability of milk. നമ്മൾ ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കളർ ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. എന്താണ് കളർ ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്? മിൽക്കിന്റെ കളർ ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ഈ മിൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈറ്റ് ഇൻ കളർ അല്ലെ, ടർബിഡ് ആൻഡ് ഒപ്പാക്ക് ആയിരിക്കും. എന്തുകൊണ്ടാണ് ആ മിൽക്കിന് വൈറ്റ് കളർ വന്നതെന്ന് വെച്ചാൽ കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് കൊണ്ടാണ് നമുക്ക് മിൽക്കിന് കളർ, ആ ഒരു കളർ വരാൻ കാരണം. അവിടെ ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ ലൈറ്റ് സ്കാറ്ററിംഗ് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ടർബിഡ് ആൻഡ് ഒപ്പാക്ക് ആയിട്ട് കാണപ്പെടുന്നത്. സ്കാറ്ററിംഗ്, ലൈറ്റിന്റെ സ്കാറ്ററിംഗ്, ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ ലൈറ്റ് സ്കാറ്ററിംഗ് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ടർബിഡ് ആൻഡ് ഒപ്പാക്ക് ആയിട്ട് കാണപ്പെടുന്നത്. നമുക്കറിയാം സ്കിം മിൽക്ക്. സ്കിം മിൽക്ക് എന്ന് പറഞ്ഞാല് ഫാറ്റ് റിമൂവ് ചെയ്തിട്ടുള്ള മിൽക്കിനെയാണ് സ്കിം മിൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സ്കിം മിൽക്ക് ഒരു സ്ലൈറ്റ് ബ്ലൂ കളർ ആയിരിക്കും. അതിന് കാരണം ഹയർ പ്രോട്ടീൻ കണ്ടന്റ് ആണ്. ദെൻ ആൾസോ ക്രീമി കളർ വരാറുണ്ട്. ഇപ്പൊ പൊതുവെ സാധാ നമ്മുടെ കൗ മിൽക്കിന് ക്രീമി കളർ ആണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കരോട്ടിൻ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ സാന്തോഫിൽ ആൻഡ് കരോട്ടിൻ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു ക്രീമി കളർ വരാൻ കാരണം. ദെൻ നമ്മൾ പറഞ്ഞു പ്രോട്ടീനിൽ രണ്ട് ടൈപ്പാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്ന് കെസീനും ദെൻ വേയും. അപ്പൊ നമ്മൾ ആ കെസീൻ റിമൂവ് ചെയ്തിട്ടുള്ള ബാക്കി ആ ഒരു പോർഷൻ, വേ പോർഷൻ, അതിന് ഗ്രീനിഷ് കളർ ആയിരിക്കും. അതായത് ഗ്രീനിഷ് കളർ വരാൻ കാരണം റിബോഫ്ലേവിൻ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ട്, അതാണ് കളർ വരാൻ കാരണം. ഇനി ഏകദേശം ഇപ്പൊ നമ്മള് ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ ലൈറ്റ് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഈ മിൽക്കിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റേഞ്ച് വരുന്നത് 1.34 to 1.3440 to 1.3485 at 20 degree Celsius. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റേഞ്ച് വരുന്നത്. അപ്പൊ കളർ ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ജസ്റ്റ് നമ്മുടെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസിലുള്ള ഫസ്റ്റ് പോയിന്റ് ആണ് കളർ ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, ദെൻ ഫ്ലേവർ ഓഫ് മിൽക്ക്. കളർ കഴിഞ്ഞാൽ ഫ്ലേവർ ഓഫ് മിൽക്ക്. നമുക്കറിയാം, നമ്മളെല്ലാരും വീട്ടിലൊക്കെ മിൽക്ക് കൺസ്യൂം ചെയ്യുന്നവരാണ്. പലർക്കും, എല്ലാവരും അല്ല, പക്ഷെ പലർക്കും അലർജൻ ആണ് മിൽക്ക്. ദെൻ ഫ്ലേവർ ഓഫ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്വീറ്റ് ഫ്ലേവർ ആയിരിക്കും. നമ്മൾ കുടിച്ചവർക്കറിയാം. അപ്പൊ ഒരു സ്വീറ്റ് ഫ്ലേവർ ഉണ്ടായിരിക്കും. ഈ സ്വീറ്റ് ഫ്ലേവറിന് കാരണം നമ്മുടെ മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള ലാക്ടോസ് ആണ്. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്, മിൽക്കിൽ ഇറങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ലാക്ടോസ് ആണ്. ലാക്ടോസ് എങ്ങനെ മേഡപ്പ് ചെയ്തിട്ടുള്ളത്? ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ് കൂടി ചേർന്നിട്ടാണ് ലാക്ടോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം അതൊരു ഡൈസാക്കറൈഡ് ആണ്. കാർബോഹൈഡ്രേറ്റ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോ ഈ സ്വീറ്റ് ഫ്ലേവർ കൊടുക്കാൻ കാരണം ലാക്ടോസ് ആണ്. ദെൻ ഈ സ്വീറ്റ് ആയിട്ട് മാത്രമല്ല നമുക്ക് തോന്നാറ്, ഒരു സോൾട്ടി ടേസ്റ്റും കൂടി മിക്സ് ആയിട്ടാ തോന്നാറ്. അത് ഈ മിനറൽ കണ്ടന്റും കൂടി ഉള്ളതുകൊണ്ടാണ്. നമുക്കറിയാം കുറെ മിനറൽസ് നമ്മൾ പറഞ്ഞു, കാൽഷ്യം ആയാലും അയൺ ആയാലും ഒക്കെ പറഞ്ഞു, മഗ്നീഷ്യം ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതും കൂടി ചേരുന്നത് കൊണ്ടാണ് ഒരു മിക്സ്ഡ് ഫ്ലേവർ, സ്വീറ്റ് ഫ്ലേവർ പ്ലസ് സോൾട്ടി ഫ്ലേവർ വരാൻ കാരണം. ഇനി അഥവാ ഇത് രണ്ടും അല്ല, ഒരു ഓഫ് ഫ്ലേവർ ആണ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മിൽക്ക് ഫീഡിലോ ബാക്ടീരിയയിലോ എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഈ രണ്ട് ഫ്ലേവറും അല്ലാതൊരു ഫ്ലേവർ, ഐ മീൻ ഓഫ് ഫ്ലേവർ ആണെന്നുണ്ടെങ്കിൽ എന്തോ മീൻസ് ഡിറ്റീരിയോറേഷൻ, എന്തെങ്കിലും ഡാമേജ് ആ മിൽക്കിനും സ്പോയിലേജ് വന്നിട്ടുണ്ടായിരിക്കാം എന്നാണ് അതിനർത്ഥം. ഇനി എൻസൈം ആക്ടിവിറ്റീസ്, റാൻസിഡ് ആവാം. കുറെ എൻസൈംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടീഷൻ മോശമാണെന്നുണ്ടെങ്കിൽ പല റാൻസിഡിറ്റി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവാം. ദെൻ നമ്മൾ തേർഡ് വൺ നമ്മൾ പറഞ്ഞത് സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് ഡെൻസിറ്റി. ഇപ്പൊ നമ്മുടെ വാട്ടറിനെയും നമ്മുടെ മിൽക്കിനെയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന
അതിനേക്കാളും ടോട്ടൽ സോളിഡ്സ് ഏതിലാ കൂടുതലുള്ളത്? വാട്ടറിലുണ്ട്, മിനറൽ കണ്ടന്റ് വാട്ടറിലുണ്ട്. ദെൻ മിൽക്കിൽ അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ് എക്സെട്ര ഒരുപാട് ടോട്ടൽ സോളിഡ്സ് നമുക്ക് കാണാം. അപ്പൊ ഡെൻസിറ്റി നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെവിയർ ദാൻ വാട്ടർ. കാരണം എന്താ? ടോട്ടൽ സോളിഡ്സ് കൂടുതൽ മിൽക്കിലാണ് കാണപ്പെടുന്നത്, അതുകൊണ്ടാണ് ഡെൻസിറ്റി കൂടുതലാണെന്ന് പറയുന്നത്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി റേഞ്ച് വരുന്നത് 1.018 to 1.036. സ്പെസിഫിക് ഗ്രാവിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൗവിന്റെ സെപ്പറേറ്റ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കൗവിന്റെ ഒരു 1.028 to 1.030. ബഫലോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1.030 to 1.032. അതാണ് റേഞ്ച്. നെക്സ്റ്റ് ആണ് പ്രോപ്പർട്ടിയിലെ നെക്സ്റ്റ് ആണ് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടിയിലെ നെക്സ്റ്റ് ആണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റിയിൽ വരികയാണെങ്കിൽ ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് എമൗണ്ട് ആൻഡ് ഡിസ്പേർഷൻ ഓഫ് കെസീൻ ആൻഡ് ഫാറ്റ്. വിസ്കോസിറ്റി അത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് എമൗണ്ട്, കെസീന്റെയും ഫാറ്റിന്റെയും ടെമ്പറേച്ചർ ആൻഡ് ഡിസ്പേർഷൻ ഓഫ് ഇതിന്റെ രണ്ടിന്റെയും ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ വിസ്കോസിറ്റി പറയുന്നത്. മിൽക്കിന്റെ വിസ്കോസിറ്റി ഏകദേശം നമ്മൾ പറയുമ്പോൾ 2.0, മിൽക്കിന്റെ 2.0 സെന്റി പോയിന്റ്, CP മീൻസ് സെന്റി പോയിന്റ്സ്, അങ്ങനെയാണ് പറയാ 25 ഡിഗ്രി സെൽഷ്യസിൽ. ഇതിൽ പിന്നെ കൂടുതലൊന്നുമില്ല. എഫക്ട് ഓഫ് അജിറ്റേഷൻ ഓൺ മിൽക്ക് വെലോസിറ്റി നോട്ട് യൂണിഫോം. ഇനി നെക്സ്റ്റ് വരുന്നത് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ മിൽക്കിൽ വരുന്നത് 15 dyne per centimeter at 20 degree Celsius. Then depend upon protein, fat, phospholipid, fatty acid present. നമ്മുടെ സർഫസ് ടെൻഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിലുള്ള പ്രോട്ടീൻ, ഫാറ്റ്, ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് ഫാറ്റി ആസിഡ് അതിൽ പ്രസന്റ് ആയിട്ടുള്ള ഇതൊക്കെയാണ് സർഫസ് ടെൻഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോമോജിനൈസേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ എല്ലാം എല്ലാ പോർഷനിലും സെയിം ആക്കാൻ വേണ്ടി നമ്മൾ മിക്സിംഗ് നടത്തും. അതാണ് ഹോമോജിനൈസേഷൻ എന്ന് പറയുന്നത്. ഫാറ്റിനെ എല്ലാ സൈഡിലും, ആൾ കോർണർ ഓഫ് ദ മിൽക്കിന്റെ എല്ലാ കോർണറിലും നമ്മൾ ഫാറ്റ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹോമോജിനൈസേഷൻ. അപ്പൊ അതും ഹീറ്റിംഗും നടത്തിയാൽ സർഫസ് ടെൻഷൻ കൂടുന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് സിക്സ്ത് വൺ, ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് വാരി ഫ്രം -0.512 to -0.572. ഇതാണ് മിൽക്കിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിലോ 100.17 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തതാണ്. ഇനി ദെൻ അസിഡിറ്റി ആൻഡ് pH. അസിഡിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ്ലി ഡ്രോൺ മിൽക്ക് pH റേഞ്ചിങ് ഫ്രം 6.5 to 6.7. ഇതാണ് ഫ്രഷ്ലി ഡ്രോൺ മിൽക്ക്. നമ്മൾ മിൽക്കിങ്ങിന്റെ ഫസ്റ്റ് ആ ഒരു പോർഷൻ ഫ്രഷ്ലി ഡ്രോൺ ചെയ്ത ആ ഒരു മിൽക്കിന്റെ pH ആണ് 6.5 to 6.5. നമ്മൾ pH കാണും, നമുക്ക് അതിൽ ടൈട്രബിൾ ആസിഡ് എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ അസിഡിറ്റി നമ്മൾ എങ്ങനെ നോക്കുക എന്ന് എല്ലാവർക്കും അറിയാം, നമ്മൾ ടൈട്രേറ്റ് ചെയ്തിട്ട്. അപ്പോ ഹീറ്റ് സ്റ്റെബിലിറ്റി ഓഫ് മിൽക്ക്, ടൈം റിക്വയർഡ് ടു ഇൻഡ്യൂസ് കൊയാഗുലേഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ റിക്വയർഡ് ടു ഇൻഡ്യൂസ് കൊയാഗുലേഷൻ ഇൻ എ ഗിവൺ ടൈം. നമ്മുടെ അസിഡിറ്റി അല്ലെങ്കിൽ pH ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കസീൻ അല്ലെങ്കിൽ സോൾട്ട് ബാലൻസ്, അതാണ്. അപ്പൊ നമ്മൾ റേഞ്ച് പറഞ്ഞു. ഇനി pHന്റെ റേഞ്ച് വരികയാണെങ്കിൽ കൗവിന്റെ 6.4 to 6.6, ദെൻ ബഫലോ ആണെങ്കിൽ 6.7 to 6.8. അതാണ് റേഞ്ച് വരുന്നത്, pHന്റെ റേഞ്ച് വരുന്നത്. അപ്പൊ നമ്മള് കവർ ചെയ്തിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക് ആയിരുന്നു. ഹീറ്റ് സ്റ്റെബിലിറ്റി എല്ലാതും കവർ ചെയ്തു വിചാരിക്കുന്നു. കളർ ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, ഫ്ലേവർ ഓഫ് മിൽക്ക്, സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് ഡെൻസിറ്റി, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, അസിഡിറ്റി ആൻഡ് pH,
pH, ഹീറ്റ് സ്റ്റെബിലിറ്റി. ഹീറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ബോയിലിംഗ് ആ ഒരു ഇതിൽ വരും ഹീറ്റ് സ്റ്റെബിലിറ്റി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് മൂവ് ചെയ്യല്ലേ. മിൽക്ക് ഹൈജീൻ. മിൽക്ക് ഹൈജീൻ ആണ് പറയുന്നത്. നമുക്കറിയാം മിൽക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഹോൾ ഫ്രഷ് ക്ലീൻ ലാക്ടിയൽ സെക്രീഷൻ ഒബ്റ്റെയിൻ ബൈ ദ കംപ്ലീറ്റ് മിൽക്കിംഗ് ഓഫ് വൺ ഓർ മോർ ഹെൽത്തി മിൽക്ക് ആനിമൽസ്. അപ്പോ മിൽക്ക് ഹൈജീൻ എന്ന് പറയുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. 1 ഗ്ലാസ് മിൽക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ന്യൂട്രീഷ്യസ് ആണ്. കാർബോഹൈഡ്രേറ്റ് ആയാലും ഫാറ്റ് ആയാലും പ്രോട്ടീൻ ആയാലും ഓൾ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ നമുക്ക് അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിൽക്ക് പെട്ടെന്ന് നാശാവാനും ചാൻസ് ഉണ്ട് അല്ലെ. പെട്ടെന്ന് അത്രയും ന്യൂട്രീഷ്യസ് ആയ സാധനം പെട്ടെന്ന് ഡാമേജ് ആവും, സ്പോയിൽ ചെയ്യും. അപ്പൊ മിൽക്ക് ഹൈജീൻ തന്നെ പറയാൻ കാരണം ഹാൻഡ്ലിംഗ് ആൻഡ് കീപ്പിംഗ് ദ മിൽക്ക് ക്ലീൻ, സേഫ് ആൻഡ് ഫ്രീ ഫ്രം എനി ഡിസീസ് പ്രൊഡ്യൂസിങ് മൈക്രോ ഓർഗാനിസം ഈസ് നോൺ ആസ് മിൽക്ക് ഹൈജീൻ. നമ്മുടെ മിൽക്കിനെ ക്ലീൻ, സേഫ് ആൻഡ് ഫ്രീ ഫ്രം എനി ഡിസീസ് അതാക്കി നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഹാൻഡ്ലിങ് നമ്മൾ മിൽക്ക് നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രോസസ്സ് നടത്തുന്നുണ്ട് അല്ലെ. ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ ജസ്റ്റ് മിൽക്ക് ഒരു വീട്ടിൽ നിന്ന് പോയിട്ട് ജസ്റ്റ് മേടിക്കുക, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അവിടെ ഹാൻഡ്ലിങ്ങിന്റെയും കീപ്പിങ്ങിന്റെയും ഒരു വൈഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് കൊണ്ടുവരുന്നു, ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നു, അത്രേ വരുന്നുള്ളൂ. പക്ഷെ ഒരു പ്രോസസ്സിങ്, ഒരു ഇൻഡസ്ട്രി അങ്ങനത്തെ ഒരു ഏരിയയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ്ലിംഗ് ആയിക്കോട്ടെ കീപ്പിംഗ് ആയിക്കോട്ടെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ഒരു മിൽക്കിനെ ഹാൻഡിൽ ചെയ്യാൻ. പ്രോസസ്സിങ് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആ ഹാൻഡ്ലിംഗ് ആയിക്കോട്ടെ കീപ്പിംഗ് ആയിക്കോട്ടെ ആ മിൽക്കിനെ ക്ലീൻ, സേഫ് ആൻഡ് ഫ്രീ ഫ്രം എനി ഡിസീസ് പ്രൊഡ്യൂസിങ് മൈക്രോ ഓർഗാനിസം അതിന് നമ്മൾ ഫ്രീ ആക്കണം. അതിനെയാണ് മിൽക്ക് ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈ മിൽക്ക് ഹൈജീൻ വി ക്യാൻ പ്രിവെന്റ് സ്പ്രെഡ് ഓഫ് മിൽക്ക് ബോൺ ഡിസീസ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. നമ്മൾ മിൽക്കിനെ അത്ര നന്നായിട്ട് കീപ്പ് ചെയ്യുകയും ഹാൻഡിൽ ചെയ്യുകയും ചെയ്താൽ മാത്രമേ അതുവഴി ഉണ്ടാകുന്ന പലതരം ഡിസീസ്, മിൽക്ക് ബോൺ ഡിസീസസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോ മിൽക്ക് ഹൈജീൻ എന്താന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്റ്റെപ്പ് ടു കീപ് മിൽക്ക് ക്ലീൻ ആൻഡ് സേഫ്. എന്തൊക്കെ സ്റ്റെപ്പ് വഴി നമുക്ക്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് നമ്മുടെ മിൽക്കിനെ ക്ലീൻ ആൻഡ് സേഫ് ആക്കി നിർത്താം. ഫസ്റ്റ് വൺ, ഹെൽത്തി ആനിമൽസ്. അതന്നെ ആയിരിക്കുമല്ലോ ഫസ്റ്റ്. കാരണം നമ്മുടെ കൗ ആയിക്കോട്ടെ, നമ്മുടെ മിൽക്കി ആനിമൽസ്, അതൊക്കെ നമ്മൾ ഹെൽത്തി ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു മിൽക്ക് നമുക്ക് കിട്ടൂ. ദ ഫസ്റ്റ് എസെൻഷ്യൽ ഫാക്ടർ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലീൻ ആൻഡ് സേഫ് മിൽക്ക് ഈസ് എ ഹെൽത്തി ആൻഡ് ക്ലീൻ അനിമൽ അല്ലെ. നമ്മൾ മിൽക്കിംഗ് നടത്തുന്ന ആനിമൽ സേഫ് അല്ല അല്ലെങ്കിൽ ക്ലീൻഡ് അല്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിൽക്ക് ആൾസോ സേഫ് അല്ല. അതാണ് അതിനർത്ഥം. ഹെൽത്തി ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു ആനിമലിൽ നിന്നാണ് നമ്മൾ മിൽക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മിൽക്ക് ആൾസോ ക്ലീൻ ആയിരിക്കും. മിൽക്ക് ഫ്രം എ ഹെൽത്തി ആനിമൽ കണ്ടെയ്ൻ ഓൺലി എ ഫ്യൂ ഓർഗാനിസം. അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് മിൽക്ക് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മിൽക്കിങ്ങിന്റെ ടൈമിൽ തന്നെ കുറച്ച് ഓർഗാനിസംസ് അതിൽ ഉണ്ടായിരിക്കും. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അത് ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. അപ്പൊ എയർ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് വരുന്നതുകൊണ്ട് തന്നെ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ദ മിൽക്ക് ഗിവിംഗ് ആനിമൽ ഷുഡ് ബി ഫ്രീ ഫ്രം എനി ഡിസീസ് ആൻഡ് കെപ്റ്റ് ക്ലീൻ ബൈ ദ ഓണർ. ഇപ്പൊ നമ്മുടെ ഫാമിലൊക്കെ നമ്മൾ നന്നായിട്ട് ഇപ്പോ ഡേ ബൈ ഡേ നല്ല ക്ലീൻ ആയിട്ട് കുളിപ്പിച്ച് അങ്ങനെയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് നടത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഫ്രം ഡിസീസ്, നമുക്ക് വലിയ ഡിസീസ് ഒന്നും ഉണ്ടാവില്ല. ബൈ ദ ഓണർ ആണ് അത് ശ്രദ്ധിക്കേണ്ടത്. പ്രോസസ്സിംഗിൽ നമ്മുടെ വലിയ വലിയ ഇൻഡസ്ട്രീസിൽ, മിൽക്ക് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ലോഡ് വന്ന് അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഫാമിൽ നിന്നൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ മിൽക്കിങ് നമുക്ക് പാല് തരുന്ന ആനിമൽ വളരെ സേഫ് ആയിരിക്കണം. ഫ്രീ ഫ്രം ഡിസീസ് ഒന്നും ഉണ്ടായിരിക്കരുത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റൈറ്റിസ് അതേപോലത്തെ ഒരുപാട് അസുഖങ്ങൾ, ഈ കാറ്റിൽസിനെ റിലേറ്റ് ചെയ്ത ഒരുപാട് അസുഖങ്ങളുണ്ട്. ആ ടൈമിലൊന്നും നമുക്ക് മിൽക്കിങ് പറ്റില്ല. പിന്നെ ഇവരെ പ്രഗ്നൻസി ടൈമിൽ അതൊന്നും നമുക്ക് മിൽക്കിങ് നടക്കില്ല. അപ്പോ പല ടൈമിലും അപ്പൊ ഓണേഴ്സ് വേണം അത് ശ്രദ്ധിക്കാൻ. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സ്റ്റെപ്പ് ടു കീപ് മിൽക്ക് ക്ലീൻ ആൻഡ് സേഫ്. എന്താണ്, എങ്ങനെ നമുക്ക് ആ മിൽക്കിനെ സേഫ് ആൻഡ് ക്ലീൻ ആക്കാം. നമ്മൾ പറഞ്ഞു ഹെൽത്തി അനിമൽ ആയിരിക്കണം. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഹെൽത്തി മിൽക്ക് മാൻ ആയിരിക്കണം. മിൽക്ക് മാൻ ഉദ്ദേശിക്കുന്നത് കറവക്കാരൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മിൽക്ക് ഹാൻഡ്ലർ മസ്റ്റ് ബി ഫ്രീ ഫ്രം കമ്മ്യൂണിക്കബിൾ ഡിസീസ്.
അപ്പൊ ആനിമലിനെ പോലെ തന്നെ ആ മിൽക്ക് മാൻ ആൾസോ എന്തായിരിക്കണം, ഡിസീസ് ഫ്രീ ആയിരിക്കണം. ഈവൻ കോൾഡ് ആയിക്കോട്ടെ, കഫ് ആയിക്കോട്ടെ, ആ ആ ഒരു ടൈപ്പ് ഡിസീസ് ഒക്കെ ആണെങ്കിൽ തന്നെ, ഫീവർ, ആൾസോ ഫീവർ, നമുക്ക് ആ ടൈമിൽ മിൽക്കിങ് പാടില്ല. കാരണം അത് സ്പ്രെഡ് ആവും, മിൽക്കിലോട്ട് സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട്, ചാൻസസ് വളരെ ഹൈ ആണ്. ബിഫോർ മിൽക്കിംഗ് ദേ മസ്റ്റ് വാഷ് ദർ ഹാൻഡ്സ് ആൻഡ് ആംസ്. സ്റ്റെറൈൽ മിൽക്കിംഗ് മെഷീൻ മസ്റ്റ് ബി യൂസ്ഡ്. അപ്പോ ഇപ്പോ നമുക്ക് ഫസ്റ്റ് പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസീസ് ഫ്രീ ആയിരിക്കണം മിൽക്ക് മാൻ ഡിസീസ് ഫ്രീ ആയിരിക്കണം ഹാൻഡിൽ ചെയ്യുമ്പോൾ. പിന്നെ ഫസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ളത് ഹാൻഡ് വാഷ്, നന്നായിട്ട് ഹാൻഡ് ആൻഡ് ആംസ്, നമ്മൾ ഹാൻഡ് ആൻഡ് ആംസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം മിൽക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ, ഇപ്പൊ പണ്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് കൈകൊണ്ട് കറന്നെടുക്കുക അങ്ങനെ പറയും. ഇപ്പൊ പലതരം മെഷീൻസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉപയോഗിക്കുന്ന മെഷീൻ എന്തായിരിക്കണം, സ്റ്റെറൈൽ ആയിരിക്കണം. അതിൽ ഒരു തരത്തിലുള്ള ഓർഗാനിസംസും ഇല്ലാന്ന് ഉറപ്പുവരുത്തി സ്റ്റെറൈൽ ആയിട്ട് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ മിൽക്കിംഗ് തുടങ്ങാൻ. ഇനി ക്ലീൻ മെഷീൻസ് വേർ പോസിബിൾ ആൻഡ് ക്ലീൻ. അപ്പൊ ക്ലീൻ ആയിരിക്കണം, നമ്മൾ ക്ലീനിങ് മെഷീൻസ് ഒക്കെ വളരെ ക്ലീൻ ആയിരിക്കണം. ഇനി സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ, എവിടുന്നാണ് ഈ സോഴ്സ് വരുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻ ഹാൻഡിലേഴ്സ്, നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ്, ഡയറി ആനിമൽസ്, ഹ്യൂമൻ ഹാൻഡിലേഴ്സ്, പിന്നെ എൻവിയോൺമെന്റ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന വെസൽ, നമ്മൾ മിൽക്ക് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെസൽസ്, പിന്നെ പൊല്യൂട്ടർ വാട്ടർ, നമ്മൾ ഇപ്പൊ മേ ബി ഫാറ്റ് കൂടുതലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മേ ബി വാട്ടർ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോ പൊല്യൂട്ടഡ് വാട്ടർ ആയിരുന്നാൽ അത് എന്ത് ചെയ്യാവും, സ്പോയിൽ ആവും. ദെൻ ഫ്ലൈസ്, ഡസ്റ്റ്, നമ്മൾ കാണാത്ത ടൈപ്പിലുള്ള ഡസ്റ്റ്, ഹെയറായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഫ്ലൈസ്, അങ്ങനെ ഒരുപാട് കണ്ടാമിനൻസ് ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു മിൽക്ക് നമുക്ക് കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഡിസീസ് ആ മിൽക്ക് വഴി നമുക്ക് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മിൽക്ക് ഹൈജീൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ മൂവിങ് ടു നെക്സ്റ്റ്, മൈക്രോബയോളജി ഓഫ് മിൽക്ക്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് മൈക്രോബയോളജി ഓഫ് മിൽക്ക് നമ്മൾ നേരത്തെ ഒക്കെ മെൻഷൻ ചെയ്ത കാര്യം തന്നെയാണ്. സ്പോയിൽ ആവാനുള്ള മെയിൻ റീസൺ, ഐ മീൻ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത്, അതാണ് ഈ മൈക്രോബയോളജി ഓഫ് മിൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നത്, മിൽക്ക് ഈസ് എ ഹൈലി ന്യൂട്രീഷ്യസ് മീഡിയ ഫോർ ബാക്ടീരിയ, ഇറ്റ് ക്യാൻ സ്പോയിൽ ഈസിലി. നേരത്തെ പറഞ്ഞ പോലെ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു മീഡിയ ആണ്, നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ പറ്റിയ ബെസ്റ്റ് മീഡിയ എന്ന് പറയാം. അപ്പൊ മിൽക്ക് ഈസ് എ ഹൈലി ന്യൂട്രീഷ്യസ് മീഡിയ ഫോർ ബാക്ടീരിയ, ഇറ്റ്സ് ക്യാൻ സ്പോയിൽ ഈസിലി, പെട്ടെന്ന് സ്പോയിൽ ആവും. ഇനീഷ്യലി മിൽക്ക് ഹാവ് ഫ്യൂ ഓർഗാനിസം ബട്ട് ബാക്ടീരിയ ക്യാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ആദ്യത്തെ സമയത്ത് ഒരു ഫ്യൂ ഓർഗാനിസം ഉണ്ടെങ്കിലും പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യും. മിൽക്കിംഗ് പ്രോസസ്സിൽ, ഹാൻഡ്ലിംഗ് പ്രോസസ്സിലൊക്കെ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മുടെ ഇതിനുള്ള പ്രിവെന്റീവ് മെഷർ ആയിട്ട് നമ്മൾ പറയുന്നത് റെഫ്രിജറേഷൻ തന്നെയാണ്. ബെറ്റർ കൂളിംഗ്. ഒരു മിൽക്കിന്റെ ഏകദേശം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ബിലോ 5°C ആണ് മിൽക്കിന്റെ സ്റ്റോറിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻക്രീസ് ആണ്, ചാൻസസ് ഓഫ് സ്പോയിലേജ് ഇൻക്രീസ് ചെയ്യാണ് മൈക്രോ ഓർഗാനിസം വഴിയുള്ളത്. പിന്നെ മൈക്രോഫ്ലോറ ഇൻ മിൽക്ക്. In addition to being a nutritious food for human, milk provide a favorable environment to the growth of organism. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ന്യൂട്രീഷ്യസ് ആയതുകൊണ്ട് നമ്മുടെ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. Get into the milk. Their number increases rapidly. Once microorganism get into the milk, their numbers increase rapidly. നമുക്കറിയാം മൾട്ടിപ്ലൈ ചെയ്യും പെട്ടെന്ന് മൈക്രോ ഓർഗാനിസത്തിന്റെ ഓരോ ടൈപ്പ് നമുക്കറിയാലോ, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്യും, പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി മെയിൻ ആയിട്ട് മൈക്രോ ഓർഗാനിസംസ് ഇൻ മിൽക്ക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, മൈക്രോ ഓർഗാനിസത്തിന്റെ ഒറിജിൻ ഒക്കെ നമ്മളിപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്തു. നമ്മൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോ ഓർഗാനിസം സ്പോയിലേജ് ചാൻസസ് കൂടുതലാണ്. ഇനി ഇതിൽ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം വരുന്നത് ബാക്ടീരിയ, ഈസ്റ്റ്, മോൾഡ്, ബാക്ടീരിയോഫേജസ്,
ബയോകെമിക്കൽ ആക്ടിവിറ്റീസ്, ടെമ്പറേച്ചർ റെസ്പോൺസ്, എബിലിറ്റി ടു കോസ് ഇൻഫെക്ഷൻ ആൻഡ് ഡിസീസ്. ഇതൊക്കെയാണ് ഏകദേശം ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം. പല ടൈപ്പിലും മൈക്രോ ഓർഗാനിസം വന്നിട്ട് ഈ മിൽക്ക് സ്പോയിലേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് കാണപ്പെടുന്ന 2 ടൈപ്പാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. നോർമൽ ഫ്ലോറ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, സ്ട്രെപ്റ്റോകോക്കസ് സ്പീഷീസ്. ഈ ഇതിൽ കണ്ടിട്ടുള്ള ലാക്ടോബാസിലസ് അസിഡോഫിലസ്, ലാക്ടോബാസിലസ് ബൾഗാരിക്കസ്, ലാക്ടോബാസിലസ് ലാക്ടിസ്, ലാക്ടോബ്രെവിസ്, ഫെർമെന്റം, അങ്ങനെ ഒരുപാടുണ്ട്. ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ളതുണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്, പിന്നെ ബോവിസ്, തെർമോഫിലസ്, ഇതൊക്കെ മെയിൻ ആയിട്ട് ഇതിൽ കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ്. ഏകദേശം മൈക്രോ ഓർഗാനിസം, മിൽക്ക് ഹൈജീനും മിൽക്കിലുള്ള മൈക്രോ ഓർഗാനിസംസും ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ദെൻ ഇത്രയും നമ്മൾ മിൽക്കിനെ പറ്റി പറഞ്ഞു, മിൽക്ക് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു, ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഇതില് ഏകദേശം നമ്മൾ നേരത്തെ അതിൽ പറഞ്ഞപ്പോ ഹോമോജിനൈസേഷൻ അതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതില് ഞാൻ ഈ പ്രസന്റേഷനിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഒരുപാട് ടൈപ്പ് ഓഫ് മിൽക്ക് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. പലതരം പ്രോസസ് ചെയ്തിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോ ഹോൾ മിൽക്ക് ഫസ്റ്റ് വൺ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈപ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. മിൽക്കിന്റെ എല്ലാത്തിന്റെയും കോൺസ്റ്റിറ്റ്യുവൻസ് സെയിം ആയിരിക്കും, അത് നമുക്കറിയാലോ. നമ്മളിപ്പോ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പറഞ്ഞു, പെർസെന്റേജിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസും സെയിം ആണ്. അപ്പോ നമ്മൾ കൗ മിൽക്കിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ബഫലോ മിൽക്കിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ബഫലോ മിൽക്കിൽ ഫാറ്റ് കണ്ടന്റ് കുറച്ച് കൂടുതലായിരിക്കും, കൗ മിൽക്കിൽ കുറവായിരിക്കും. അങ്ങനെ പലതരം ജസ്റ്റ് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ടൈപ്സ് ഓഫ് മിൽക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്. ഏകദേശം 7 ടൈപ്പ് ഓഫ് മിൽക്ക് ഉണ്ട്. 7 ടൈപ്പ് ഓഫ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഹോൾ മിൽക്ക്, അതിൽ ഫസ്റ്റ് വൺ ആണ് ഹോൾ മിൽക്ക്. ഹോൾ മിൽക്ക് എന്ന് പറയുമ്പോൾ ഓൾ മിൽക്ക് ഫാറ്റ്, എല്ലാ ടൈപ്പ് മിൽക്ക് ഫാറ്റും, ഏകദേശം 3.5% ഫാറ്റ് ഈ ഹോൾ മിൽക്കിലുണ്ട്. ദെൻ ഒരു ഗ്ലാസ് മിൽക്കിന്റെ കണക്കിലാണ് നമ്മൾ പറയുന്നത് കലോറി. 150 കലോറി പ്രൊവൈഡ് ചെയ്യും 1 ഗ്ലാസ് മിൽക്ക്. ദെൻ ഇതിനൊരു ക്രീമി ഫ്ലേവർ ആയിരിക്കും. നമ്മൾ ഹോൾ മിൽക്കിന്റെ കാര്യമാണ് പറയുന്നത്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഫസ്റ്റ് വൺ ഹോൾ മിൽക്ക്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സ്കിംഡ് മിൽക്ക്. ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കിം മിൽക്ക് എന്ന് പറഞ്ഞാൽ മിൽക്കിലെ ഫാറ്റിനെ റിമൂവ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള പോർഷനാണ് സ്കിം മിൽക്ക്. അതായത് ഫാറ്റിനെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ 0 ഫാറ്റ്, അതിൽ ഫാറ്റേ ഉണ്ടായിരിക്കില്ല, ഏകദേശം ഒരു 0.3 ടു 0.1% മാത്രമേ ഫാറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അതായത് നമ്മൾ ഫാറ്റിനെ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ഏകദേശം 80 കലോറി പെർ 1 ഗ്ലാസ് നമുക്ക് സ്കിം മിൽക്ക് നിന്ന് കിട്ടും. ഇതിന് ഓരോന്നിനും ഓരോ പർപ്പസ് ആയിരിക്കും. നമ്മളിപ്പോ പല ആവശ്യങ്ങൾക്ക് നമ്മൾ മിൽക്ക് ഉപയോഗിക്കാറുണ്ട് ഇല്ലേ. നമുക്ക് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാനാണെങ്കിലും നമ്മൾ മേ ബി ചിലപ്പോ നമ്മുടെ ഫാറ്റിന്റെ എമൗണ്ട് ഒക്കെ നോക്കിയിട്ട് ഈ കൊളസ്ട്രോൾ ഉള്ളവർക്ക്, കൊളസ്ട്രോൾ ഇല്ലാത്തവർക്ക്, അങ്ങനത്തെ ഒക്കെ നമുക്ക് പല ടൈപ്പ് മിൽക്ക് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോമോജിനൈസ്ഡ് മിൽക്ക്. നേരത്തെ ഞാൻ ഹോമോജിനൈസേഷൻ പറഞ്ഞ സെക്ഷൻ വന്നപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോമോജിനൈസ്ഡ് മിൽക്ക്, ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആർ ബ്രോക്കൺ ആൻഡ് ഫാറ്റ് കണ്ടന്റ് റിമൈൻ സെയിം ഫോർ ഓൾ സൈഡ്. നമ്മുടെ ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസിൽ മിൽക്കിലുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ബ്രോക്കൺ ചെയ്തിട്ട് അതിന്റെ ഫാറ്റ് കണ്ടന്റ് ഒക്കെ സെയിം ആയിട്ട് വെക്കുക. അതാണ് ഹോമോജിനൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. അത് അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്ന മിൽക്കാണ് ഹോമോജിനൈസ്ഡ് മിൽക്ക്. ദെൻ പാസ്ചറൈസ്ഡ് മിൽക്ക്. പാസ്ചറൈസേഷൻ നമുക്കറിയാം എന്താണ് പാസ്ചറൈസേഷൻ എന്ന്. നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ മിൽക്കിനെ ഹീറ്റ് ചെയ്ത് ഹാംഫുൾ ആയിട്ടുള്ള എല്ലാ ബാക്ടീരിയാസിനെയും കില്ലാക്കും. ദെൻ നമുക്ക് അതിലുള്ള ഫ്ലേവറും ന്യൂട്രീഷണൽ കണ്ടന്റ് ഒന്നും കളയാതെ തന്നെ നമുക്ക് കിട്ടുന്ന, പ്രോസസ് ചെയ്ത് കിട്ടുന്ന മിൽക്കിനെയാണ് പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കും. അങ്ങനത്തെ മിൽക്കാണ് പാസ്ചറൈസ്ഡ് മിൽക്ക്. അത് ഒരുപാട് പാസ്ചറൈസേഷൻ ടെക്നിക്സ് ഒക്കെ നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കും. ദെൻ ഫിഫ്ത്ത് വൺ ആണ് ടോണ്ട് മിൽക്ക്. ടോണ്ട് മിൽക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ടോണ്ട് മിൽക്ക്, ഈ ടോണ്ട് മിൽക്ക് എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്കിം മിൽക്ക് പൗഡറും
പ്ലസ് വാട്ടറും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ടോൺഡ് മിൽക്ക് ഉണ്ടാക്കുക. ഏകദേശം 3% ആയിരിക്കും അതിന്റെ ഫാറ്റ് കണ്ടന്റ് വരുന്നത്. പിന്നെ പെർ 1 ഗ്ലാസ് 120 കലോറി നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അത് ഡബിൾ ടോണ്ട് ആണെങ്കിലോ, വേറൊരു ടൈപ്പാണ് ഡബിൾ ടോണ്ട്. സ്കിം മിൽക്ക് പൗഡർ പ്ലസ് ഹോൾ മിൽക്ക് കൂടി ചേർന്നിട്ടാണ് ഡബിൾ ടോണ്ട് ഉണ്ടാക്കുന്നത്. അതിൽ ഏകദേശം 1.5% ഫാറ്റ് കണ്ടന്റ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് ആണ്, 7th വൺ ആണ്. റേസിംഗ് ഓർ ലോവറിംഗ് ഓഫ് ദ ഫാറ്റ് ആൻഡ് SNF പെർസെൻറ്റേജ് ടു ഡിസൈർ. നമുക്ക് വേണ്ട ഒരു ലെവലിലേക്ക് നമുക്ക് മിൽക്കിനെ മാറ്റാം. റേസിംഗ് ഓർ ലോവറിംഗ് ഓഫ് ദ ഫാറ്റ് ആൻഡ് SNF, അങ്ങനെ ചെയ്യുന്ന മിൽക്കാണ് സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക്. ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ, കാരണം ഇത്രയും നമ്മൾ മിൽക്കിനെ പറ്റിയാണ് പറഞ്ഞത്. മിൽക്ക് ഹൈജീൻ ആയിക്കോട്ടെ, മിൽക്ക് മൈക്രോബയോളജി ആയിക്കോട്ടെ, ഏകദേശം മിൽക്കിന്റെ ഒരു ടോട്ടൽ വ്യൂ നമ്മൾ പറഞ്ഞു. അപ്പൊ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തതാണ് ഇതൊക്കെ ടൈപ്പ് ഉണ്ട്. വരുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കും എന്തൊക്കെയാണ് പ്രോസസ്സ്, കാര്യങ്ങൾ, ഓരോ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ. അങ്ങനെ എന്തൊക്കെ നമ്മളിപ്പോ ഗീ എടുക്കുകയാണെങ്കിലും ചീസ് എടുക്കുകയാണെങ്കിലും അതിലൊക്കെ ഒരുപാട് പ്രോസസ്സ് വരുന്നുണ്ട്. പാസ്ചറൈസേഷൻ, ഹോമോജിനൈസേഷൻ. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പാസ്ചറൈസേഷനെ പറ്റിയും ഹോമോജിനൈസേഷനെ ഒക്കെ പറ്റി പഠിക്കുന്നതാണ്. അപ്പോ ഇതില് ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് മിൽക്ക്, ഈ ഡയഗ്രാം നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഫുൾ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത്. പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിൽക്ക് ഹൈജീൻ, മിൽക്ക് മൈക്രോബയോളജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള 3 ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.